നമസ്കാരം. നമസ്കാരം സർ. നമസ്കാരം. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് വളരെ നിർണായകമായൊരു റിപ്പോർട്ട് കാലിഫോർണിയ ആസ്ഥാനമാക്കിയിട്ടുള്ള ടൂറിസം ഇൻഫർമേഷൻ പ്രൊവൈഡർമാരായിട്ടുള്ള ഹോഡോഴ്സ് പുറത്തുവിട്ട ഒരു റിപ്പോർട്ട്, അതാണ് ശരിക്കും ഞെട്ടിക്കുന്ന ഒരു വിഷയം. കാരണം എല്ലാ കൊല്ലവും അവർ ഇത്തരത്തിൽ റിപ്പോർട്ട് പുറത്തുവിടാറുണ്ട്. ടൂറിസം ഡെസ്റ്റിനേഷനുകൾ എവിടെയൊക്കെയാണ്, എവിടെയൊക്കെ നിങ്ങൾ പോകാൻ പാടില്ല എന്നുള്ളത്, നോ ലിസ്റ്റ് എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 2025 നോ ലിസ്റ്റിൽ ഇന്ത്യയിൽ നിന്നുള്ള പ്രദേശങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു. അതിൽ ഇന്ത്യയിൽ നിന്നുള്ളത് എന്ന് പറയാൻ കഴിയുന്നത് കേരളമാണ്. കേരളത്തിലെ ഈ പ്രദേശങ്ങളിലേക്ക് നിങ്ങൾ ഒരു കാരണവശാലും പോകരുതെന്നുള്ള മുന്നറിയിപ്പാണ് നിലവിൽ തന്നിരിക്കുന്നത്. എന്തായിരിക്കും അതിന്റെ പിന്നിലെ കാര്യം? അത് മാത്രമല്ല, കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയെ പോലും തകിടം മറിക്കുന്ന രീതിയിൽ, വലിയ ആശങ്ക പടർത്തുന്ന രീതിയിലാണ് ഇത് മാറിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ വിദേശ സഞ്ചാര മേഖലയിൽ വലിയൊരു കുത്തൊഴുക്കാണ് നമ്മുടെ സംസ്ഥാനത്ത് വരുന്നത്. അത് നമ്മുടെ മാർക്കറ്റിംഗ്, സാമ്പത്തികം, പിന്നെ ട്രാൻസ്പോർട്ടിംഗ് സംവിധാനം, അങ്ങനെ വലിയ തുകയാണ് നമുക്ക് വിദേശ ടൂറിസ്റ്റുകളിൽ നിന്ന് കിട്ടുന്നത്. ഇപ്പോൾ ടൂറിസ്റ്റുകൾ വരുമ്പോൾ എല്ലാ വർഷവും അവർ ഈ ഫോട്ടോസിന്റെ റിപ്പോർട്ട് പോലുള്ള റിപ്പോർട്ടുകളൊക്കെ അവർ ശ്രദ്ധിക്കും. ലോകത്തെ ഏറ്റവും കൂടുതൽ പോകേണ്ട രാജ്യങ്ങൾ, പുതിയതായി കണ്ടിരിക്കേണ്ട രാജ്യങ്ങളെ കുറിച്ചാണ് എപ്പോഴും റിപ്പോർട്ട് വരുന്നത്. ഇപ്പോൾ അവർ റിപ്പോർട്ടിൽ 2 ഘടകങ്ങളായിട്ട് തിരിക്കും. ഒന്ന്, സ്ഥിരമായി ഇങ്ങനെ വീഴ്ച വരുത്തുന്ന കുറേ രാജ്യങ്ങൾ ഒരു പട്ടിക പോലെ ഒരു സാധനം കണ്ടായിരിക്കും. പിന്നെ പുതിയതായി സൂക്ഷിക്കേണ്ട രാജ്യങ്ങൾ എന്ന് പറയുന്ന പട്ടിക കാണും. അതിൽ പുതുതായി സൂക്ഷിക്കേണ്ട രാജ്യങ്ങളുടെ അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട രാജ്യങ്ങളുടെ പട്ടികയിലാണ് കേരളം കയറി വന്നിരിക്കുന്നത്. ഇന്ത്യയിൽ കേരളം. അപ്പോൾ ഇതൊരു എന്നെ ആശങ്കപ്പെടുത്തിയ കാര്യം, ഇതിപ്പോൾ ടോക്കിയോ വന്നിട്ടുണ്ട്, കാലിഫോർണിയയിൽ വന്നിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ വേറെ കുറെ സ്ഥലങ്ങൾ വന്നിട്ടുണ്ട്. അതിനകത്ത് മാലിയിൽ വന്നിട്ടുണ്ട്, പിന്നെ ഇറ്റലിയിലെ പിന്നെ അഗ്രിഗന്റോ, ബ്രിട്ടീഷ് വെർജിൻ ഐലൻഡ്, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ജപ്പാനിലെ ടോക്കിയോ, മെക്സിക്കോയിലെ യക്സക്ക, സ്കോട്ട്ലാൻഡ് നോർത്ത്, ഇങ്ങനെ കുറേ സ്ഥലങ്ങൾ വന്നിട്ടുണ്ട്. അവർ 8-10 സ്ഥലങ്ങൾ വന്നിട്ടുണ്ട്, 10-25 സ്ഥലങ്ങൾ വന്നിട്ടുണ്ട്. 1930-കൾ മുതലാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു ലിസ്റ്റ് പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ ടൂറിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ അവർ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ ഇത് കൂടി അവർ പ്രോസസ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ എന്നെ ആശങ്കപ്പെടുത്തിയ ഒരു പ്രധാന കാര്യം, ലാൻഡ്സ്ലൈഡ് പകുതി കൂടുതൽ കാര്യങ്ങളും പ്രകൃതിയുടെ ആണല്ലോ, മഴ വെള്ളവുമായി ബന്ധപ്പെട്ട്, പിന്നെ കുറച്ച് മനുഷ്യരുടെ ഇടപെടലുണ്ട്. പക്ഷെ രണ്ടാമത് അവർ പറഞ്ഞിരിക്കുന്ന പോയിന്റ് വേമ്പനാട്ട് കായലാണ്. അതിന്റെ പൊല്യൂഷനാണ് പറഞ്ഞിരിക്കുന്നത്. അതിപ്പോ വേമ്പനാട്ട് കായൽ മാത്രമല്ലല്ലോ, നമ്മുടെ എല്ലാ കായലുകളും പലതും പൊല്യൂഷൻഡ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ പൊല്യൂഷൻ ഒരു ക്രൈറ്റീരിയ ആയിട്ട് അവർ എടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളെ പല സൈറ്റുകളിലേക്ക് ആളെ വരാൻ ബുദ്ധിമുട്ട് വരും. അപ്പൊ വേമ്പനാട് കായലിലെ പൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു വിഷയമാണ്. അത് 100% മാൻമെയ്ഡുമാണ്, നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്, നമ്മളുടെ കുഴപ്പം കൊണ്ടുവന്നത്. ഇപ്പൊ വെറ്റ്ലാൻഡ് ഇല്ലാതാക്കുന്നതും പൊല്യൂഷൻ വരുന്നത് നമ്മുടെ കുഴപ്പം കൊണ്ടാണ്. അത് ഗവൺമെന്റ് ഒരു പ്രയോറിറ്റി അടിസ്ഥാനത്തിൽ ഇത് ക്ലീൻ ചെയ്യിക്കുകയും പുതിയ മെസ്സേജ് പോവുകയും ചെയ്യണം. മെസ്സേജ് പോയില്ലെങ്കിലുള്ള കുഴപ്പം എത്രയാവോ? 25-ൽ ഇത് വന്നു, 26-ലും ഇത് ലിസ്റ്റ് വന്നെന്ന് വിചാരിക്കുക. അങ്ങനെ 2-3 വർഷം ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏത് ലിസ്റ്റിൽ പോകും? സ്ഥിരമായി കണ്ടുകൂടാത്തവരുടെ പ്രദേശങ്ങളുടെ ലിസ്റ്റിലേക്ക് നമ്മൾ കയറും. അങ്ങനെ കയറിയാൽ പിന്നെ തിരിച്ചു വരാൻ നമുക്ക് എന്തല്ല എളുപ്പമല്ലേ. ഇപ്പൊ ഒരു ടെമ്പററി ലിസ്റ്റിൽ കിടക്കണമെന്ന് പറയാം, കാരണം അടുത്ത വർഷം പോകൂടാ, 25-ൽ നിങ്ങൾ പോകരുതെന്നേ പറയുന്നുള്ളൂ. പക്ഷെ 26-ലും 27-ലും ഒക്കെ ഒരു ലിസ്റ്റ് ഇറക്കും, എല്ലാ വർഷവും ഒരു ലിസ്റ്റ്. പക്ഷേ ഇപ്പൊ ഈ മുണ്ടക്കൈ ചുരുൾമല ദുരന്തം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിലായിരിക്കും. അല്ലാതെ അവർ 2 പറയുന്നുണ്ട്. ഹിൽ ഏരിയയിൽ പോകരുത്, ലാൻഡ്സ്ലൈഡ് പ്രോൺ ഏരിയ ആയി മാറിക്കഴിഞ്ഞു. എന്നാൽ നിങ്ങൾ മിഡ്ലാൻഡിലെ കായൽ ടൂറിസത്തിനും പോകരുത്. വേമ്പനാട് കായൽ പോലുള്ള കായലുകൾ എന്തിലേക്ക് പോയി ഹൈലി പൊല്യൂട്ടഡ് ആണെന്ന് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ പല നെഗറ്റീവ് റിപ്പോർട്ടുകളും അല്ലെങ്കിൽ പല റിപ്പോർട്ടുകളും പുറത്തു വരുന്നത് ഇത്തരം ടൂറിസത്തെ നന്നായി ബാധിക്കും. അത് ആഭ്യന്തര, ഇതിപ്പോ വേറൊരു തമാശയുണ്ട്. ഇത് വിദേശ ടൂറിസത്തിന്റെ ടൂറിസ്റ്റുകൾ വരുന്നിടത്താണല്ലോ ഈ ഒരു തടസ്സം. ഈ വാർത്ത വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യും? ആഭ്യന്തര ടൂറിസ്റ്റുകൾ എന്ത് കാണുകയാണ്? ഈ വാർത്ത കാണുകയല്ലേ. അപ്പൊ മറ്റ് സ്റ്റേറ്റിലുള്ളവരും മറ്റ് ഒരു ഡിസ്ട്രിക്റ്റിൽ പോകണമെന്നുള്ള മറ്റു ഡിസ്ട്രിക്റ്റിലുള്ളവരും ഒക്കെ ഇത് കാണുകയാണ്. അപ്പൊ അവർ തീർച്ചയായിട്ടും ഇതൊരു ട്രിപ്പിൾ എഫക്റ്റ് ആണ്. അപ്പൊ ഇത് ആഗോളതലത്തിൽ മാത്രമല്ല നമുക്ക് പ്രശ്നം വരാൻ പോകുന്നത്, ദേശീയ തലത്തിലും പ്രാദേശിക തലത്തിലും ഒക്കെ ഇതിന്റെ ഒരു അനുരണനം വരും. കാരണം ഇത് ഇപ്പൊ മീഡിയകളോട് പുറത്തു പറയാനൊന്നും പറയാൻ പറ്റത്തില്ല. പത്രങ്ങളിൽ നിന്ന് എല്ലാ പത്രങ്ങളിലും വാർത്തയുണ്ട്, മീഡിയകൾ ഇത് വാർത്തയാക്കുന്നു, ഓൺലൈൻ മീഡിയകളിലോട്ട്. അപ്പോൾ വാർത്തയാക്കും, സ്വാഭാവികമായിട്ട് ഒരു വാർത്തയ്ക്ക് സ്കോപ്പുള്ള സബ്ജക്റ്റ് ആണല്ലോ, അപ്പോൾ വാർത്തയാവും. അപ്പോൾ വാർത്തയായി കഴിയുമ്പോൾ കൂടുതൽ ആളുകൾ പല ഭാഗത്തുനിന്നും അങ്ങോട്ട് പോകുന്നതിലും പലയിടത്ത് പോകുന്നതിലും അറയ്ക്കും. അത് നമ്മളെ വിദേശ ടൂറിസം പോലെ തന്നെ ആഭ്യന്തര ടൂറിസത്തെയും നന്നായി ബാധിക്കുന്ന ഒരു വിഷയമാണിത്. ഗവൺമെന്റ് വളരെ അടിയന്തരമായി പരിശോധിക്കുക. കാരണം ഇത് പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഈ ഒരു കൺസ്യൂമറിക് സ്റ്റേറ്റ് ആണല്ലോ നമ്മൾ. അപ്പോൾ മാക്സിമം നമ്മൾ ഉപഭോഗം
അത്രമാത്രം വേസ്റ്റ് ഉണ്ട്. എത്രമാത്രം ഉപഭോഗം ഉണ്ടോ അതിനനുസരിച്ചുള്ള വേസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ജലസ്രോതസ്സുകളെല്ലാം വളരെ മലിനമാണ്. വളരെ മോശമായ രീതിയിലാണ് ജലസ്രോതസ്സുകൾ കിടക്കുന്നത്. ഏത് നദിയാണ്, ഏത് പുഴയാണ്, അല്ലെങ്കിൽ ഏത് കായലാണ് നല്ല കണ്ണുനീര് പോലെ കിടക്കുന്നത്? നമ്മൾ അങ്ങനെ തന്നെ പറയും, കണ്ണുനീർ പോലത്തെ പുഴ എന്നൊക്കെ പറയാറുണ്ട്. എവിടെയാണ് അതുള്ളത്? പുണ്യനദി എന്നാ പമ്പയെ പറയുന്നത്. എന്ത് പുണ്യനദി? ഹിമവാന്റെ പാട്ടുണ്ട്, ഗംഗയെക്കുറിച്ച്, ഗംഗയുടെ കുറിച്ചും ശബരിമലയിൽ നിന്ന് പമ്പ പുണ്യനദിയായി ഉത്ഭവിക്കുന്നു പറഞ്ഞ് പാട്ട് തന്നെ ഉണ്ട്. പക്ഷെ അതൊക്കെ പമ്പ നദി വളരെ പൊല്യൂട്ടഡ് ആയില്ലേ? അപ്പൊ എല്ലാ നദികളും ഇതിന് പൊല്യൂഷൻ ആയി. അത് വലിയ വിഷയമാണ് കേരളത്തിൽ. പൊല്യൂഷൻ ഒരു വലിയ വിഷയമാണ്, പ്രത്യേകിച്ച് വാട്ടർ ബോഡീസിന്റെ പൊല്യൂഷൻ. ഇപ്പോൾ അത് ടൂറിസത്തെയും കുറേശ്ശെ ബാധിച്ചു തുടങ്ങി. നമ്മളിപ്പോൾ നോ ലിസ്റ്റിലും കയറി. അപ്പൊ അത് വലിയൊരു അപകടം തന്നെയാണ്. നമ്മൾ ഈ പറയുന്ന വാട്ടർ ബോഡീസിന്റെ പൊല്യൂഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. കാരണം മറുഭാഗത്ത് അതിന്റെ അങ്ങേതലയ്ക്കിൽ നമുക്ക് കൊടിയ രോഗങ്ങളും ജലജന്യ രോഗങ്ങളും മറ്റുമൊക്കെ. മാത്രമല്ല ഇപ്പൊ 1 ലക്ഷം പേരാണ് കഴിഞ്ഞ ഇന്നലത്തെ റിപ്പോർട്ട് അടിച്ചത്. 1 ലക്ഷം പേർക്കാണ് പനി. അതെങ്ങനെ റിപ്പോർട്ട് ചെയ്തതാണ്? റിപ്പോർട്ട് ചെയ്യാത്ത എത്രയോ ആളുകൾ പനി ആശുപത്രി പോകത്തുണ്ട്. പ്രൈവറ്റ് ഹോസ്പിറ്റലിന്റെ കണക്കൊന്നും കൃത്യമായി കിട്ടില്ല. ആയുർവേദത്തിൽ പോകുന്നവരുണ്ട്, ഹോമിയോ കഴിക്കുന്നവരുണ്ട്, ആശുപത്രി പോകാത്തവരുണ്ട്, നാട്ടു ചികിത്സയുണ്ട്, ശ്രദ്ധിക്കാത്തവരുണ്ട്. ഇപ്പൊ തന്നെ 1 ലക്ഷം എന്ന് പറഞ്ഞാൽ അലോപ്പതി ഹോസ്പിറ്റലിൽ, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ റിപ്പോർട്ട് ചെയ്താൽ മാത്രമാണ്. എത്ര പേരാണ് കിടക്കുന്നത്? അപ്പൊ ഈ പനിയൊക്കെ എങ്ങനെയാ വരുന്നത്? ഇത്രയും പനിയും ഇത്രയും രോഗാതുരത വരുന്നത് എങ്ങനെയാണ്? ഇത് നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് അതിനകത്തൊരു ഘടകം. രണ്ടാം നമ്മൾ വാട്ടർ ബോഡീസിന്റെയും സോയിലിന്റെയും മൊത്തമായി പൊല്യൂട്ട് ചെയ്തിട്ടുണ്ട്. കേരളം ശരിക്കും പറഞ്ഞാൽ ഗോഡ്സ് ഓൺ കൺട്രി നമ്മൾ പറയുമ്പോൾ തന്നെ ഹാൻഡിൽഡ് ബൈ സം ഡെവിൾസ് എന്നാണ്. അത് ചെറിയ ഒരു സെക്കൻഡോട് ഞാൻ ഉദാഹരണം പറയാം. ഒരിക്കൽ ഒരു സിംഗപ്പൂർ വനിത ഇന്ത്യയിൽ വന്നിരുന്നു. അപ്പൊ അന്ന് പ്ലാസ്റ്റിക് കപ്പേ ഉള്ളൂ, പേപ്പർ കപ്പൊന്നും കണ്ടുപിടിച്ചില്ല. അവരിങ്ങനെ പ്ലാസ്റ്റിക് റെയിൽവേ സ്റ്റേഷനിൽ തീർച്ചയായിട്ടും പ്ലാസ്റ്റിക് കപ്പ് തന്നെയാണ് കൊടുക്കുന്നത്. അവര് സ്റ്റേഷനിൽ നിന്ന് കിട്ടുന്ന കപ്പെല്ലാം കൂടെ അവരൊരു ചെറിയ ബാഗിൽ വെച്ച്, സിംഗപ്പൂരിൽ ഇതൊന്നും അങ്ങനെ പുറത്തു കളയാൻ പറ്റത്തില്ലല്ലോ. അവർ വന്ന് തിരുവനന്തപുരത്തോ ഏതോ സ്റ്റേഷനിൽ വന്നിട്ട്, അല്ല തിരുവനന്തപുരത്ത് തന്നെ തോന്നുന്നു, വന്നിട്ട് അവർ അവിടെ ആരോട് ചോദിച്ചു ഈ കപ്പെല്ലാം ഞാൻ എന്ത് ചെയ്തു? പറഞ്ഞു അത് കുഴപ്പമില്ല, ആളൊഴിഞ്ഞ ഇതിലേക്ക് റെയിൽവേ ട്രാക്കിന്റെ സൈഡിലേക്ക് ഇട്ടേക്കാൻ പറഞ്ഞു. അപ്പൊ അദ്ദേഹം വാങ്ങിച്ചിട്ടു. ആരാന്ന് പറഞ്ഞാൽ പോട്ടർ ആരോ വന്ന് വാങ്ങിച്ചിട്ടു. അപ്പൊ ഇവർക്കത് വീണ്ടും ഒന്നോനോ എന്ന് പറഞ്ഞാൽ അവർ ബഹളം ഉണ്ടാക്കി വീണ്ടും ഒന്നോട് ഭാര്യ അവർ ബാഗിൽ തിരിച്ചു വെച്ച് അവർ ഡൽഹിയിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോയി. തിരിച്ചു കൊണ്ടുപോയി ഡൽഹിയിൽ പോയി അവർ തിരിച്ചങ്ങ് സിംഗപ്പൂർ പോകുന്ന സമയത്ത് അവരുടെ ഇന്റർവ്യൂ നടന്നു. ഒരു പത്രപ്രവർത്തകർ ഇന്റർവ്യൂ നടത്തി. നിങ്ങൾ പോയ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ പറഞ്ഞു. കേരള ഇസ് എ ഗോഡ്സ് ഓൺ കൺട്രി, വളരെ മനോഹരമായ സ്ഥലമാണ്. പക്ഷെ അവരൊരു സെന്റൻസ് കൂടെ പറഞ്ഞു. അത് അന്ന് വളരെ പ്രമാദമായ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സ്പോട്ടിംഗ് ആണ്. അവർ പറഞ്ഞു ഗോഡ്സ് ഓൺ കൺട്രി, കേരള ഇസ് എ റിയലി ഗോഡ്സ് ഓൺ കൺട്രി ഹാൻഡിൽഡ് ബൈ സം ഡെവിൾസ്. കുറച്ച് ചെകുത്താന്മാരുണ്ട് അവിടെ. എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പുഴയെ നശിപ്പിക്കുന്നവർ, മാലിന്യം വലിച്ചെറിയുന്നവർ, റോഡ് പൊതു സ്വത്തുക്കളെല്ലാം വലിച്ച്. നമ്മൾ ഏത് നഗരം നോക്കും, നമ്മൾ വളരെ പ്രമുഖമായ തിരുവനന്തപുരം, കോഴിക്കോട്, എറണാകുളം, ഏത് നഗരം എടുത്താലും ഒരു അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ അവിടെ എല്ലാ സൈഡിൽ പ്ലാസ്റ്റിക് കിടപ്പുണ്ട്. ചെറിയ ചെറിയ പീസ്, എന്തെങ്കിലും ചെറിയൊരു പീസുകളായിരിക്കും. പ്ലാസ്റ്റിക് ഉണ്ട്, മാലിന്യങ്ങളുടെ കൂമ്പാരമുണ്ട്, വലിയ മാലിന്യമാണ് പല കുഞ്ഞു 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 പീസായിട്ട് പലയിടത്തും കിടക്കുന്നത്. നമ്മൾ ആ കാര്യത്തിൽ വളരെ വളരെ മോശമാണ്. പിന്നെ നമ്മളെ കോഴി വേസ്റ്റ്, എന്തുമാത്രം കോഴി വേസ്റ്റൊക്കെയാണ് നമ്മൾ നദിയിൽ കൊണ്ട് കളയുന്നത്. പിന്നെ ഇറച്ചിക്കടയിലെ വേസ്റ്റ്, ഒരുപാട് വേസ്റ്റാണ് നമ്മൾ നദിയിൽ കൊണ്ട് കളയുന്നത്. അതെല്ലാം തീർച്ചയായിട്ടും ഇപ്പൊ എന്താ ഇന്ത്യയിലെ കണക്കുകൾ എടുക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കരമനയായിരുന്നു ഏറ്റവും കൂടുതൽ പൊല്യൂട്ടഡ് ആയിരുന്നു നദി. ഇപ്പൊ അത് കല്ലായിപ്പുഴയായി. അപ്പൊ രണ്ടാമത് കരമനയുണ്ട് എന്ന് പറഞ്ഞാൽ വല്ലാതെ പൊല്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അത് വലിയ പ്രയാസമാണ്. ഇപ്പൊ ഈ പൊല്യൂഷനിലേക്ക്, പാരിസ്ഥിതിക പ്രശ്നത്തിലേക്ക് നയിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം മാലിന്യം തന്നെയാണ്. കക്കൂസ് മാലിന്യം, അതിന്റെ അടുത്തുള്ള ബിൽഡിങ്ങിന്റെ എല്ലാം. ഇപ്പൊ ഈ ഇടയ്ക്ക് തന്നെ ഈ തിരുവനന്തപുരത്ത് മറ്റേ ആമഴഞ്ഞത്തോന്റെ വിഷയം വന്നതിന് ശേഷം ഇവിടുത്തെ ഒരു പ്രമുഖ ടെക്സ്റ്റൈൽസ് കണക്കെടുത്തപ്പോൾ അവരുടെ ഈ കക്കൂസ് വേസ്റ്റ് എല്ലാം കൂടി തോട്ടിലേക്കല്ലേ വിട്ടിരിക്കുന്നത്, ഡയറക്റ്റ് വിട്ടിരിക്കുന്നത്. അതിന് നോട്ടീസ് കൊടുത്ത് പ്രശ്നമായി. ഞാൻ പറയുന്നത് ഈ തീരപ്രദേശത്തുള്ള നദിയുടെ തീരത്തേക്കുള്ള എല്ലാ വലിയ ബിൽഡിങ്ങിലും ചെറിയ ബിൽഡിങ്ങിലും ലാട്രിന്റെ വേസ്റ്റും ഒക്കെ പലപ്പോഴും രാത്രി എവിടെയാണ് പോകുന്നത്? ഈ നദികളിലേക്കാണ് പോകുന്നത്, അല്ലെ തോടുകളിലേക്കാണ് പോകുന്നത്. അത് വലിയ വിഷയമാണ്, കേരളത്തിലെ വലിയ വിഷയമാണ്. അപ്പൊ ഈ സീവേജ് സീവേജ് വാട്ടർ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് സിംഗപ്പൂരും മറ്റുമൊക്കെ വളരെ അതുപോലൊരു രീതിയിലേക്ക് കേരളത്തിൽ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഇല്ലല്ലോ. ഇവിടെ തിരുവനന്തപുരത്ത് മുട്ടത്തറയിൽ ഒരു പ്ലാന്റ് ഉള്ളതല്ലാതെ കേരളത്തിൽ ഒരു 2ാം ജനറേഷൻ പ്രശ്നമായിട്ട് വന്നിട്ടുണ്ടത്. സെക്കൻഡ് ജനറേഷൻ പ്രോബ്ലം ഓഫ് സാനിറ്റേഷൻ എന്ന് പറയുന്നത് സിവറേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ ഇല്ലാത്തതാണ്. വലിയ വിഷയമാണ്. നമ്മുടെ കുടിവെള്ളമായിട്ടൊക്കെ ചേർന്ന് വലിയ പ്രതിസന്ധികൾ വരുന്നത്. അപ്പൊ നമ്മൾ കേവലം ആഗോളതലത്തിലുള്ള ടൂറിസ്റ്റുകളെ വരുത്തുന്നതിനപ്പുറം അത് വേണം. അതുപോലെ അപ്പം തന്നെ നോ ലിസ്റ്റ് എന്നുള്ളത് എസ് ലിസ്റ്റിലേക്ക് മാറുന്നത് പോലെ തന്നെ പ്രധാനമാണ് നമ്മുടെ ഈ സ്രോതസ്സുകളെയൊക്കെ വളരെ ഗൗരവമായി നമ്മൾ പരിരക്ഷിക്കുകയും ലാൻഡ്സ്ലൈഡ് പോലുള്ള കാര്യങ്ങളിൽ നമുക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. അത് രാജ്യം മുഴുവൻ ലാൻഡ്സ്ലൈഡ് ഒന്നും അല്ല. അപ്പോൾ ഇങ്ങനെയാണ് ഒരുപാട് സ്ഥലങ്ങൾ, സുരക്ഷിത സ്ഥലങ്ങൾ ഉണ്ട് എന്നുള്ള മെസ്സേജ് നമുക്ക് പോയില്ലെങ്കിൽ ഹിൽ ഏരിയ ടൂറിസവും പ്രശ്നം വരും, കോസ്റ്റൽ ടൂറിസം പ്രശ്നം വരും, ഈ കായൽ ടൂറിസം പോലുള്ള കാര്യങ്ങളൊക്കെ പ്രതിസന്ധിയിലേക്ക് പോകും. അത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. നേരത്തെ നമ്മൾ പരാമർശിച്ചാണ് മാലിന്യ പ്രശ്നം. അപ്പോൾ
ജനങ്ങൾ വലിച്ചെറിയുന്ന കാഴ്ച ഇപ്പൊ പലയിടത്തും കാണാറുണ്ട്. നഗരപ്രദേശങ്ങളിൽ പോലും ഒരു പ്ലാസ്റ്റിക് കവറിൽ കൊണ്ടുവരിക, അത് റോഡിന്റെ സൈഡിലേക്ക് തീർച്ചയായിട്ടും വലിച്ചെറിയുന്ന കൺസെപ്റ്റ്. ഇതിന് ഈ ഒരു കൾച്ചർ, ഈ ഒരു രീതി, ഇതിനെ മാറ്റിയെടുക്കാനായി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? 13 വയസ്സിന് മുമ്പേ പിടിക്കണം കുഞ്ഞുങ്ങളെ. 13 വയസ്സ് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല കുട്ടികളെ. 13 വയസ്സ് കഴിഞ്ഞു പോയോ പല ശീലങ്ങളും എവിടെ ഉറയ്ക്കും, ബോഡിയിലും മനസ്സിലും ഉറയ്ക്കും. ഒരു 13 എല്ലാ രാജ്യങ്ങളിലും ഉണ്ടല്ലോ, ചെറിയ പ്രായത്തിലെ നല്ല. അപ്പോൾ ഒരു 1-2 തലമുറ കൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പരിഹരിക്കാൻ പറ്റും. അപ്പോൾ ഒന്ന്, അത് 13 വയസ്സിന് മുമ്പ് പിടിക്കുന്ന കാര്യം. 2, കർശനമായ നിയമങ്ങൾ, വളരെ കർശനമായ, ഇപ്പൊ കുറച്ച് വന്നിട്ടുണ്ട്, എന്നാലും കുറച്ചുകൂടെ കർശനമായ നിയമങ്ങൾ. പിന്നെ സൗകര്യങ്ങൾ ഒരുക്കണം. ഇപ്പൊ ആളുകളോട് ഇടരുതെന്ന് പറഞ്ഞാൽ പിന്നെ എവിടെ ഇടും, അങ്ങനെ ഒരു ചോദ്യമുണ്ട്. അതെ. അപ്പൊ അതിനുള്ള സൗകര്യങ്ങൾ പരമാവധി ഒരുക്കുക, യൂണിറ്റുകൾ കൊണ്ടുവരണം, പ്രൊഡക്ഷൻ ഇതിന്റെ പ്രോസസ്സിംഗ് യൂണിറ്റ് കൊണ്ടുവരണം, നിയമം കൊണ്ടുവരണം. പിന്നെ ഈ കുട്ടികളെയൊക്കെ നന്നായി പഠിപ്പിച്ച് ഒരു ജനറേഷൻ മാറ്റിയെടുക്കേണ്ടത്. അപ്പൊ പിന്നെ നിയമം ഇപ്പൊ കുറച്ച് മതി മാറ്റിയെടുക്കും. ലോകത്തെ എല്ലാ രാജ്യങ്ങളും അങ്ങനെ തന്നെ ചെയ്യുന്നത്. ഇതൊന്നും പുതുമയുള്ള കാര്യമൊന്നും അല്ലല്ലോ. എല്ലാ രാജ്യങ്ങളിലും വേസ്റ്റ് ഉണ്ട്, ഡെവലപ്മെന്റ് ഉണ്ടോ വേസ്റ്റ് ഉണ്ട്, കൺസ്യൂമർസ് ഉണ്ട്, വേസ്റ്റ് ഉണ്ട്. അതെങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ള അനുസരിച്ചാണ്. അത് ഹാൻഡിൽ ചെയ്യുക, പഠിക്കുക, പഠിപ്പിക്കുക. നമ്മൾ പഠിക്കുക, പുതിയ തലമുറയെ പഠിപ്പിച്ചെടുക്കുക. ഇത്രയും മാർഗമുള്ള നമ്മളെ മുന്നിൽ. ഇതിന് പ്രോപ്പറായുള്ള ഒരു സംസ്കരണം എന്ന് പറയുമ്പോൾ നമുക്ക് മുന്നിൽ ബ്രഹ്മപുരവും അതുപോലെ തന്നെ വിളപ്പിൽശാലയും ഒക്കെ തന്നെയാണ് നിൽക്കുന്നത്. അതിനെ മറികടന്നുകൊണ്ട് എങ്ങനെയാണ് മുന്നോട്ട്? അത് വിളപ്പിശാല നമ്മൾ ക്രിയേറ്റ് ചെയ്തല്ലേ. വിളപ്പിശാലയിൽ ജനങ്ങൾ എന്താ തെറ്റ് ചെയ്തത്? ഒരു തെറ്റും ചെയ്തില്ല. അത് നമ്മൾ പറഞ്ഞതൊന്നും അവിടെ ചെയ്തില്ല, വച്ചതൊന്നും തെറ്റായിപ്പോയി, അശാസ്ത്രീയമായതുകൊണ്ടല്ലേ ജനങ്ങൾ ബഹളം ഉണ്ടാക്കിയത്. അത് ശാസ്ത്രീയമായിരുന്നെങ്കിലോ എല്ലായിടത്തും വരുമായിരുന്നല്ലോ. ബ്രഹ്മപുരം ശാസ്ത്രീയമായിട്ട് കൊണ്ടുവരുന്നെങ്കിൽ എല്ലായിടത്തും ഇത് വയ്ക്കാൻ പറ്റില്ല. ആളുകൾ എന്തുകൊണ്ടാണ് എതിർക്കുന്നത്? ഒരു സ്ഥലത്ത് വെച്ച് കുളമാവുന്നതുകൊണ്ടല്ലേ ആളുകൾ വീണ്ടും എതിർക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് കേന്ദ്രീകൃത പ്ലാന്റ് ആവശ്യമുണ്ട്, പിന്നെ ഉപകേന്ദ്ര, അതിനൊക്കെ ഒരു മീഡിയം ലെവൽ പ്ലാന്റ് ആവശ്യമുണ്ട്, വളരെ പ്രാദേശിക തലത്തിലുള്ള പ്ലാന്റുകൾ ആവശ്യമുണ്ട്, പ്ലാസ്റ്റിക് പ്രോസസ്സിംഗ് യൂണിറ്റുകൾ ആവശ്യമുണ്ട്, പ്ലാസ്റ്റിക് കളക്ഷൻ സെന്ററുകൾ ഇപ്പോൾ വീടുകളിലൊന്നും എടുക്കുന്നു, അത് കൂടുതൽ സീരിയസ് ആയിട്ട് എടുക്കേണ്ടതുണ്ട്. പിന്നെ എനിക്ക് മനസ്സിലാവാത്തത് ഈ ആക്രിക്കടകളുണ്ടല്ലോ, 100 കണക്കിന് ആക്രിക്കടകളുണ്ട്. അവിടെ നമ്മൾ ഈ പത്രമൊക്കെ കൊണ്ട് കൊടുക്കാറുണ്ട്, എല്ലാ വീടുകളിലും പത്രം കൊണ്ട് കൊടുക്കും. അവിടെ തന്നെ എല്ലാം എടുക്കുന്ന ഒരു പ്രോസസ്സിലേക്ക് എന്തുകൊണ്ട് പോകുന്നില്ല നമുക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ഈ ആക്രി വ്യാപാരം നടത്തുന്നവരുമായി ഗവൺമെന്റ് ഒരു ടൈപ്പ് വെച്ചാൽ, എന്തെങ്കിലും ചെറിയ പൈസ എന്തെങ്കിലും അവർക്ക് കൊടുത്താൽ തീർച്ചയായിട്ടും അവരിതെല്ലാം കളക്ട് ചെയ്യും. എല്ലാ പഞ്ചായത്തിലും എല്ലാ വാർഡിലും ഒക്കെ ഇതുണ്ട്. ആക്രി വാങ്ങുന്ന ടൗണിലൊക്കെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അവർ തമിഴ്നാട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത്. പക്ഷെ അവർക്കും കൂടി എല്ലാം എടുക്കുന്നത്. ഇപ്പൊ അവർ പലതും എടുക്കില്ല, പല സാധനങ്ങൾ അവർ എടുക്കത്തില്ല. പത്രം എടുക്കും, വേറെ പലതും അവർ എടുക്കത്തില്ല. പ്ലാസ്റ്റിക്കിൽ തന്നെ കവർ എടുക്കത്തില്ല, പല സാധനം, പാൽ കവർ എടുക്കും, വേറെ എടുക്കുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ അവർ തന്നെ എല്ലാം എടുക്കുന്ന രീതിയിൽ അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് അവർക്ക് പണം കൂടെ കൊടുക്കുന്ന രീതിയിലായാൽ കുറച്ചുകൂടി ആളുകൾക്ക് നമുക്ക് ഇമ്മീഡിയറ്റ് ഒരാഴ്ചയിൽ ഒരിക്കൽ കൊണ്ട് കൊടുക്കാം, അല്ലെ മാർക്കറ്റിൽ പോകുമ്പോൾ അതിന്റെ അടുത്തിരിക്കുന്ന കടയിൽ കൊടുക്കാൻ പറ്റുമെങ്കിൽ, പിന്നെ മാത്രമല്ല അവർ വന്നെടുക്കുന്ന ഹോം ഡെലിവറി ഒക്കെ ഉണ്ട് അവർക്ക്. അപ്പൊ അത് നമുക്ക് ചെയ്തു പോകാൻ പറ്റും. അത്തരം കാര്യങ്ങളോട് ഒന്നുകൂടി ഡീസെൻട്രലൈസ് ചെയ്യപ്പെടണം. പിന്നെ പേപ്പർ ബാഗ്, നമ്മൾ പേപ്പർ ബാഗ് എന്ന് പറയുന്നല്ലാതെ അത് പോപ്പുലർ ആയിട്ടില്ല. തുണി സഞ്ചി ഒക്കെ പോപ്പുലർ ആവണം. ഇതൊക്കെ ഫിംഗർ ടിപ്പിൽ ആളുകൾ കിട്ടണം. അപ്പോൾ അതുപോലെ മറ്റ് ജൂട്ട് പ്രോഡക്റ്റുകൾ, വാഴയില കൊണ്ടുള്ള ഊണം പ്രോഡക്റ്റുകളൊക്കെ, അപ്പം പേപ്പർ പ്ലേറ്റൊക്കെ ഒഴിവാകും. അത്തരത്തിൽ ആൾട്ടർനേറ്റീവ് മെറ്റീരിയൽസ് എല്ലാം നമുക്ക് വ്യാപകമായി കുടുംബശ്രീയും മറ്റ് ഏജൻസികളും വളരെ പോപ്പുലറായിട്ട് എന്ത് ചെയ്യാൻ പറ്റണം, കൊടുക്കാൻ പറ്റണം. എങ്കിലേ ജനങ്ങൾ ഇത് ഉപയോഗിക്കുള്ളൂ. അല്ലെങ്കിൽ പിന്നെ സൗകര്യമുള്ള പ്ലാസ്റ്റിക്കല്ലേ ഉപയോഗിക്കത്തുള്ളൂ. നമുക്ക് മറുഭാഗത്ത് ബൾക്ക് ജനറേറ്റേഴ്സ് ആയിട്ട് മാലിന്യത്തിന്റെ ഫാക്ടറികളും മറ്റുമൊക്കെ നിൽക്കുന്നുണ്ട്. അതൊരു ഭാഗത്താണ്. പക്ഷേ മറുഭാഗത്ത് നമ്മുടെ എല്ലാം വീട്ടിൽ നിന്ന് തന്നെ ഇത്തരത്തിൽ മാലിന്യങ്ങൾ രൂപപ്പെട്ട് വരുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് അവിടെ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കാനുള്ള ഒരു മാർഗം, അതിലേക്ക് ഒരു അവബോധം ആയിരിക്കും. തീർച്ചയായിട്ടും ഉറവിടത്തിൽ സംസ്കരിക്കണം. പ്രോസസ്സിംഗ് യൂണിറ്റിലേക്ക് കുറച്ച് സംസ്കരിക്കാൻ വരും, വലിയ പ്ലാന്റുകൾ വേണ്ടി വരും. അങ്ങനെ എല്ലാം കൂടെ ഒരു മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു ബഹുതലമായിട്ട് മൾട്ടി ലെവൽ പ്രോസസ്സിംഗ് സംവിധാനത്തിലൂടെ മാത്രമേ ജനങ്ങളെ നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് എളുപ്പമല്ല. പിന്നെ അവയർനെസ് കൊണ്ടുവരണം, നിയമം കൊണ്ടുവരണം. അങ്ങനെ ഒരു വളരെ കോംപ്രിഹെൻസീവായ ഒരു പ്ലാനാണ് വേണ്ടത്. നിർഭാഗ്യവശാൽ അങ്ങനെ ഒരു പ്ലാൻ എവിടെ ഇല്ല, നമ്മുടെ സ്റ്റേറ്റിലില്ല. നമുക്ക് രാജ്യത്തുണ്ടോ എന്ന് വെച്ചാൽ രാജ്യത്തും ഇല്ല. അങ്ങനെ ഒരു പ്ലാൻ ഇല്ല. നമുക്ക് അങ്ങനെ ഒരു പ്ലാനും അതിനൊരു പദ്ധതിയും കൊണ്ടുവരേണ്ട സമയം കഴിഞ്ഞു. ഒരുപക്ഷെ നമ്മൾ തുടങ്ങി വെച്ചത് നോ ലിസ്റ്റ് 2025 പക്ഷേ ഏറ്റവും ഒടുവിൽ എത്തി നിൽക്കുന്നത് മാലിന്യ സംസ്കരണവും നമ്മുടെ നോ ലിസ്റ്റിലേക്ക് കടന്നിരിക്കുന്നത് എന്നുള്ളൊരു ചിന്ത തന്നെയാണ് ഒരുപക്ഷെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടതും. അങ്ങനെ ഒരു ഭരണകൂടവും മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ബേസ് കാരണം ഇവിടെയാണ്. കാരണം നോ ലിസ്റ്റ് മാറണമെങ്കിൽ എസ് ലിസ്റ്റ് ആവണമെങ്കിൽ ഇപ്പുറത്താണ് നമ്മൾ പണിയേണ്ടത്. അല്ലാതെ നമ്മൾ പരസ്യം കൊടുത്തുകൊണ്ടോ ആരെങ്കിലും കുറ്റം പറഞ്ഞുകൊണ്ടോ അത് മാറൂല. ഇപ്പുറത്ത് നമ്മൾ പണിയാണ്. രോഗം അറിഞ്ഞ് ചികിത്സിക്കുക എന്നുള്ളതാണ്. അപ്പോൾ രോഗം അറിഞ്ഞ് നമ്മൾ അതിനുള്ള ചികിത്സ ചെയ്യുക എന്നുള്ളതാണ്. തീർച്ചയായും ഉടൻ തന്നെ ഇതിൽ നിന്ന് മാറാനുള്ള പ്രയത്നം സർക്കാർ സംവിധാനങ്ങളുടെ അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. തീർച്ചയായും അങ്ങനെ ഉണ്ടാവണം. അല്ലെ പിന്നെ നമ്മൾക്കും ബുദ്ധിമുട്ടല്ലേ, അസുഖങ്ങളൊക്കെ വരുത്തുണ്ടല്ലോ. ഓക്കെ, താങ്ക് യു.